Alternator Part 7 വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മളിന്ന് പഠിക്കാൻ പോകുന്നത് EMF Equation of Alternator. നമ്മൾ കാണുന്നത് എന്താണ്? ഒരു വൈൻഡിങ്, ഒരു മെഷീനിലെ വൈൻഡിങ് ആണ് കാണുന്നത് അല്ലേ? ഓക്കെ, അത് മോട്ടർ ആവാം, ആൾട്ടർനേറ്റർ ആവാം. ഇത് ശരിക്കും ഒരു മോട്ടറിൻ്റെ സ്റ്റേറ്ററാണ് കാണിച്ചത്. വൈൻഡിങ് എന്താണെന്ന് കാണിക്കാൻ നമ്മൾ മനസ്സിലാക്കാൻ. ഓക്കെ, സ്ലോട്ട്സിൻ്റെ ഉള്ളിൽ വൈൻഡിങ് വെച്ചിട്ടുണ്ട്. അത് 3 ഫേസ് മെഷീൻ ആണെന്ന് വെച്ചോളൂ. അപ്പോൾ 3 ഫേസിൽ 3 സെപ്പറേറ്റ് വൈൻഡിങ് ഉണ്ടാവും. അപ്പം ഒരു ഫേസിൻ്റെ വൈൻഡിങ് ഇങ്ങനെയാണെന്ന് നമുക്ക് കാണാം. ഓക്കെ, ആക്ച്വലി ഇത് ഒരു ഫേസിൻ്റെ വൈൻഡിങ് ആണെന്ന് മനസ്സിലാക്കാം. ഓക്കെ, ആക്ച്വലി ഇതുപോലെ 3 വൈൻഡിങ്സ് ഉണ്ടായിക്കഴിഞ്ഞാൽ അത് പ്രോപ്പറായിട്ട് കണ്ടത് സ്റ്റാർ ആയിട്ട് കണക്ട് ചെയ്യാം, ഡെൽറ്റ ആയിട്ട് കണക്ട് ചെയ്യാം. അതിനെ 3 ഫേസ് വൈൻഡിങ് എന്ന് പറയാം. ഓക്കെ, അപ്പോൾ ഇതൊരു ഫേസ് വൈൻഡിങ്. ആ ഫേസ് വൈൻഡിങ്ങിലത്തെ ഒരു കോയിൽ, കുറേ കോയിൽ ചേർത്തിട്ടല്ലേ മുന്നേ കണ്ടേ, ആ കോയിലത്തെ ഫേസ് വൈൻഡിങ്ങിലത്തെ ഒരു കോയിൽ എടുത്തു കഴിഞ്ഞാൽ ഇതുപോലെ ഇരിക്കും. ഓക്കെ, ഇതൊരു കോയിൽ. അപ്പോൾ ഈ കോയിലിൻ്റെ ഒരു പിക്ചറാണ് നമ്മളിവിടെ കാണുന്നത്. കോയിലിൻ്റെ പിക്ചർ ഇത്. അപ്പോൾ ഈ കോയിൽ എങ്ങനെ ഉണ്ടാക്കിയിരിക്കുന്നത്? യെസ്, പല ചുറ്റുകൾ ചേർത്ത്, പല ടേൺസ് ചേർത്ത് അല്ലേ? അപ്പോൾ അതാണ് ഇവിടെ കാണുന്നത്, പല ടേൺസ് ചേർത്ത് കോയിൽ ഉണ്ടാക്കുന്ന രീതി. അപ്പോൾ കുറേ ടേൺസ് സീരീസ് ആയി കണക്ട് ചെയ്താൽ എന്തുണ്ടാവും? നമുക്ക് കോയിൽ ഉണ്ടാക്കാൻ പറ്റും. ഓക്കെ, അപ്പോൾ ഒരു ടേണിൻ്റെ കേസ് എന്തായിരിക്കും? ഒരു ടേണിൻ്റെ കേസാണ് ഇപ്പോൾ കാണാൻ പോകുന്നത്. അപ്പം ലെഫ്റ്റ് സൈഡിൽ, ഏറ്റവും ലെഫ്റ്റ് സൈഡിലത്തെ ഒരു ടേണിൻ്റെ കേസാണ് നമ്മൾ പറയുന്നത്. അപ്പോൾ ഒരു ടേൺ എന്ന് പറഞ്ഞാൽ ഇത്രയായിരിക്കും. ഒരു ടേൺ, കുറേ ടേൺ ചേർന്ന് കഴിഞ്ഞാൽ കോയിൽ. ഒരു ടേണിൽ എന്തെല്ലാം ഉള്ളത്? ടേണിൽ ആക്ച്വലി കണ്ടക്ടർ എന്ന് പറഞ്ഞ സാധനങ്ങളുണ്ട്. കണ്ടക്ടർ. ഓക്കെ, നമുക്ക് എന്തൊക്കെ നോക്കാം. ഇത് 2 ബാക്ക് കണക്ഷൻസ് ആണ്. ഓക്കെ, ശരിക്കും ഇത് ഫിസിക്കൽ കണ്ടക്ടർ തന്നെയാണ്. അതിന് ബാക്ക് കണക്ഷൻസ് എന്ന് പറയും. ബാക്ക് കണക്ഷൻസ്. ഇതുപോലെ ഈ സൈഡിലെ കണക്ട് തന്നെ നമുക്ക് ഫ്രണ്ട് കണക്ഷൻസ് എന്ന് പറയാം. നമ്മൾ തിയററ്റിക്കലി പറയാന്ന് വെച്ചാൽ അത് ജസ്റ്റ് ഇലക്ട്രിക്കൽ കണക്ഷൻ കൊടുക്കാൻ വേണ്ടി മാത്രമാണ്. അതിൽ EMF ഇൻഡ്യൂസ് ചെയ്യുന്നതെന്ന് നമ്മൾ പ്രതീക്ഷിക്കുന്നില്ല. അപ്പോൾ എവിടെയാണ് EMF ഇൻഡ്യൂസ് ചെയ്യുന്നത്? നമ്മൾ പ്രതീക്ഷിക്കുന്ന EMF ഇൻഡ്യൂസ് ചെയ്യുന്നത് കണ്ടക്ടറിലാണ്. ഇതിലേതാ കണ്ടക്ടർ? AB എന്ന് എഴുതിയത് ഒരു കണ്ടക്ടറാണ്, ആൻഡ് CD എന്ന് എഴുതിയത് കണ്ടക്ടറാണ്. അപ്പം മെഷീൻ്റെ ഉള്ളിൽ റൊട്ടേറ്റ് ചെയ്യുമ്പോൾ ഈ കണ്ടക്ടറിലാണ് എന്ത് ഇൻഡ്യൂസ് ചെയ്യുന്നത്? EMF. ഓക്കെ, അപ്പം ഒരു ടേണിൽ എത്ര കണ്ടക്ടർ ഉണ്ട്? 2 കണ്ടക്ടർ. ഓക്കെ, പക്ഷേ കണ്ടക്ടർ എന്ന് തെറ്റിദ്ധരിക്കരുത്. കണ്ടക്ടർ എന്ന് പറഞ്ഞാൽ കറണ്ട് എടുക്കുന്ന സാധനമാണ് നമ്മൾ പൊതുവെ പറയാറ്. പക്ഷേ ഈ വൈൻഡിങ്ങിൻ്റെ കേസിൽ കണ്ടക്ടർ എന്ന് പറഞ്ഞാൽ നമ്മൾ പ്രതീക്ഷിക്കുന്നത് EMF എവിടെയാണ് ഇൻഡ്യൂസ് ചെയ്യുക എന്നുള്ള കേസിലാണ്. EMF ഇൻഡ്യൂസ് നമ്മൾ ഇതിൽ പ്രതീക്ഷിക്കുന്നത് എക്കും ബിക്കും ഇടയ്ക്കും, സിക്കും ഡിക്കും ഇടയ്ക്കും. ബാക്കിയുള്ള ഭാഗങ്ങളെല്ലാം ഇലക്ട്രിക്കൽ കണക്ഷൻ കൊടുക്കുന്നു എന്ന് മാത്രമേ ഉള്ളൂ എന്നാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത്. ഓക്കെ, അപ്പോൾ ഒരു ടേണിൽ 2 കണ്ടക്ടേഴ്സ് ഉണ്ട്. ടോട്ടൽ കണ്ടക്ടേഴ്സിൻ്റെ ആണ് നമ്മളൊരു സെഡ് എന്ന് പറയുകയാണെങ്കിൽ, അപ്പോൾ ടോട്ടൽ സെഡിനെ കണ്ടുപിടിക്കൽ ഇക്വേഷൻ നമുക്ക് ഇങ്ങനെ എഴുതാം. 2T അല്ലേ? ഒരു ടേൺ ആണെങ്കിൽ 2 കണ്ടക്ടറിന് നമുക്കറിയാം. അപ്പോൾ കണ്ടക്ടറിൻ്റെ ഇക്വേഷൻ 2T എന്ന് നമുക്ക് മനസ്സിലാക്കി വെക്കാം. ഓക്കെ, സെഡ് ഈസ് ഈക്വൽ ടു 2T. അപ്പോൾ നമ്മൾ പറഞ്ഞു പല കോയിൽസ് സീരീസ് ആയിട്ട് കണക്ട് ചെയ്തിട്ടാണ് ഒരു ഫേസ് വൈൻഡിങ് ഉണ്ടാക്കുന്നത്. ഓക്കെ, അപ്പോൾ അതിൻ്റെ ഒരു പിക്ചറാണ് ഇവിടെ കാണിക്കുന്നത്. ഒരു ഫേസ് വൈൻഡിങ്. ഇതുപോലെ 3 വൈൻഡിങ് ഉണ്ടെങ്കിൽ അത് 3 ഫേസ് മെഷീനായിട്ട് മാറും. അപ്പം ഇതുവരെ പറഞ്ഞത് സിമ്പിളായിട്ട് പറഞ്ഞാൽ ഇതൊരു സിംഗിൾ ടേൺ. അങ്ങനെ ടേൺസ് സീരീസ് ആയിട്ട് കണക്ട് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഒരു കോയിൽ കിട്ടും. ആ കോയിലാണിത്. അങ്ങനെ കോയിൽസ് സീരീസ് ആയിട്ട് കണക്ട് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഒരു ഫേസ് വൈൻഡിങ് കിട്ടും. ഓക്കെ, നമ്മളുടെ ആവശ്യം എന്താണ്? നമുക്ക് ആവശ്യം ഫേസ് വൈൻഡിങ്ങിൽ എത്ര വോൾട്ടേജ് ഉണ്ട് എന്നാണ്. ഒരു ഫേസ് വൈൻഡിങ്ങിൽ എത്ര വോൾട്ടേജ് ഉണ്ടെന്നാണ് നമ്മളുടെ EMF ഇക്വേഷൻ പറയേണ്ടത്. എന്താണ് കാരണം? 3 വൈൻഡിങ് ഉണ്ടെന്ന് വെച്ചാൽ 3 വൈൻഡിങ്ങും പാരലായിട്ടാണ് കണക്ട് ചെയ്തത്. സ്റ്റാറോ ഡെൽറ്റ ആയിട്ട് 3 വൈൻഡിങ് കണക്ട് ചെയ്യുന്നുണ്ടാവും. 3ലും ഉണ്ടാവുന്ന വോൾട്ടേജ് തുല്യമായിരിക്കും. അപ്പം ഒരു വൈൻഡിങ്ങിൻ്റെ വോൾട്ടേജ് നമുക്ക് കണ്ടെത്തണം. അതിനാണ് EMF ഇക്വേഷൻ എന്ന് പറയുന്നത്. ഓട്ടോമാറ്റിക്കലി ബാക്കി 2 വൈൻഡിങ്ങിൻ്റെയും വോൾട്ടേജ് അത് തന്നെയായിരിക്കും. അപ്പോൾ നമ്മളിന്ന് കാണാൻ പോകുന്നത് അതാണ്. ഓക്കെ, അപ്പോൾ അതിനുള്ള ഇക്വേഷൻ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. ഈ പറഞ്ഞ ഒന്നുകൂടെ ഓർക്കാം. ഒരു ടേൺ എന്ന് പറഞ്ഞാൽ 2 കണ്ടക്ടേഴ്സ് ഉണ്ടായിരിക്കും. അപ്പോൾ 2 കണ്ടക്ടേഴ്സ് ആണ് ഇവിടെ കാണിക്കുന്നത്. ഓക്കെ, ഫ്രണ്ട് എൻഡും ബാക്ക് എൻഡും കണക്ഷൻ ഉണ്ടായിരിക്കും. അതിൽ ആക്ച്വലി EMF ഉണ്ടാവില്ല, ഓർ നമുക്ക് ഉപയോഗപ്രദമല്ല EMF ഇൻഡ്യൂസ് ചെയ്യാന്നാണ് തിയററ്റിക്കലി പറയുന്നത്. ഓക്കെ, നമുക്ക് EMF ഇക്വേഷൻ കാണാം. സെഡ് ഈസ് ഈക്വൽ ടു ടോട്ടൽ നമ്പർ ഓഫ് കണ്ടക്ടേഴ്സ്. അപ്പോൾ സെഡ് നമ്മൾ ഡിഫൈൻ ചെയ്യാണ്. സെഡ് എന്ന് പറഞ്ഞാൽ ഒരു ഫേസിൽ ഉണ്ടാവുന്ന മൊത്തം കണ്ടക്ടറിൻ്റെ എണ്ണം.
ഒരു ഫേസിൽ കോയിൽസ് ഉണ്ടാവും, ആ കോയിൽസിൻ്റെ ഉള്ളിൽ ടേൺസ് ഉണ്ടാവും, ആ ടേൺസിൻ്റെ ഉള്ളിൽ കണ്ടക്ടേഴ്സ് ഉണ്ടായിരിക്കും. അങ്ങനെ ഉണ്ടാവുന്ന മൊത്തം കണ്ടക്ടറിൻ്റെ എണ്ണം പെർ ഫേസ് പറയുന്നതാണ് സെഡ്. അപ്പോൾ നമുക്ക് ഇക്വേഷൻ എടുക്കാം, സെഡ് ഈക്വൽ ടു 2t. ഓക്കെ, ഒരു ഫേസിൽ എത്ര ടേൺസ് ഉണ്ടോ ആ നമ്പറിനെ 2 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് സെഡ് കിട്ടും. ഓക്കെ, ഒരു ഫേസിൽ ഉണ്ടാകുന്ന മൊത്തം കണ്ടക്ടേഴ്സിൻ്റെ എണ്ണം. ഇനി എന്താണ് പി എന്ന് പറഞ്ഞാൽ നമ്പർ ഓഫ് പോൾസ്, എൻ എന്ന് പറഞ്ഞാൽ സ്പീഡ്, സ്പീഡ് ആർ പി എമ്മിലാണെന്നുള്ള കാര്യം നമുക്കറിയാം, സ്പീഡ് റെവല്യൂഷൻ പെർ മിനിറ്റ്. എഫ് എന്ന് പറഞ്ഞാൽ ഫ്രീക്വൻസി, ഇതിലാണ് ഹെർട്സിലാണ് പറയുന്നത്. ഓക്കെ, ഫ്ലക്സ് എന്ന് പറഞ്ഞാൽ ഫ്ലക്സ് അറിയാം, ഫൈ എന്ന് പറഞ്ഞാൽ ഫ്ലക്സ് പെർ പോൾ, ഫ്ലക്സ് പെർ പോൾ. എന്തായാലും ഒരു പോളായിട്ട് നിലനിൽപ്പിലറിയാം മിനിമം ഒരു പെയർ ഓഫ് പോൾസ് ആണ് വരുന്നത്, അപ്പം ഒരു പോളിൽ ഫൈ ഉണ്ടാവും. ഓക്കെ, അത് വെബറിലാണ് വരുന്നത്. ഇതിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ട് നോക്കാനുള്ളത് പെർ പോൾ എന്നുള്ള വാക്ക് പ്രത്യേകം, ഒരു പോളിൽ ഉണ്ടാവുന്നതാണ്. 2 പോളാണെങ്കിൽ 2 ഫൈ ഉണ്ടായിരിക്കും. ഓക്കെ, ഫ്ലക്സ് പെർ പോൾ. ഇനി ഒരു ഫാക്ടർ നമ്മൾ മനസ്സിലാക്കി വെക്കും, കെ ഡി, ഡിസ്ട്രിബ്യൂഷൻ ഫാക്ടർ. അത് വൈൻഡിങ്ങിൻ്റെ സെപ്പറേറ്റ് ഒരു വീഡിയോയിലാണ് നമ്മൾ പറയുന്നത് എന്തിനാണ് ഡിസ്ട്രിബ്യൂഷൻ ഫാക്ടർ എന്നുള്ള കാര്യം സെപ്പറേറ്റ് പറയും. ഓക്കെ, 2 ഫാക്ടേഴ്സ് നമുക്ക് മനസ്സിലാക്കി വെക്കാം, കെ ഡി, കെ സി, ഡിസ്ട്രിബ്യൂഷൻ ഫാക്ടർ ആൻഡ് പിച്ച് ഫാക്ടർ. ഇതിന് സെപ്പറേറ്റ് ഇക്വേഷൻസ് ഉണ്ട്. ഈ ഇക്വേഷൻസ് ജനറേറ്റ് ചെയ്യുന്ന കാര്യം ഞാൻ വേറൊരു വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ കെ സി ആൻഡ് കെ ഡി എന്നുള്ള 2 ഫാക്ടേഴ്സ്, കെ സി എന്ന് പറഞ്ഞാൽ കോയിൽ സ്പാൻ ഫാക്ടർ അല്ലെങ്കിൽ പിച്ച് ഫാക്ടർ, അല്ലെങ്കിൽ കെ ഡി എന്ന് പറഞ്ഞാൽ ഡിസ്ട്രിബ്യൂഷൻ ഫാക്ടർ. അടുത്ത ഫാക്ടർ നമുക്ക് ഓൾറെഡി പരിചയമുള്ളതാണ്, കെ എഫ്, ഫോം ഫാക്ടർ. സൈൻ വേവിൻ്റെ ഫോം ഫാക്ടറാണ് 1.1. സൈൻ വേവ് എന്ന് പറഞ്ഞാൽ ഈ ടൈപ്പിലുള്ള ഷേപ്പുള്ള വേവ് ഫോം അല്ലേ. സൈൻ വേവിൻ്റെ ഫോം ഫാക്ടർ 1.11 ആണെന്നുള്ള കാര്യം നമുക്കറിയാം. അപ്പോൾ ഈ ഫോം ഫാക്ടർ കിട്ടിക്കഴിഞ്ഞാൽ ആർ എം എസ് വാല്യൂ എങ്ങനെ കാണാം? ആർ എം എസ് വാല്യൂ, യെസ്, ഫോം ഫാക്ടർ മൾട്ടിപ്ലൈഡ് ബൈ ആവറേജ് വാല്യൂ. അപ്പോൾ നമുക്ക് ഫൈനലി വേണ്ടത് നമ്മൾ പറയുന്നതെല്ലാം ആർ എം എസ് വാല്യൂലാണ്. അപ്പോൾ ആർ എം എസ് വാല്യൂ ആണ് എടുക്കേണ്ടത്. അപ്പം കിട്ടുന്ന വാല്യൂ ആവറേജ് ആയിരിക്കും. എവിടെയാണ് ആവറേജ് വാല്യൂ കിട്ടാൻ പോകുന്നത്? ഒരു കണ്ടക്ടറിൽ ഇൻഡ്യൂസ് ചെയ്യാൻ പറ്റുന്ന വോൾട്ടേജ്, അതിനെ ഫോം ഫാക്ടർ മൾട്ടിപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ ആർ എം എസ് വാല്യൂ ആയിട്ട് കിട്ടും. നമ്മൾ കണ്ടുപിടിക്കാൻ പോകുന്ന ആദ്യം എന്തായിരിക്കും? ആവറേജ് വാല്യൂ. ഒരു കണ്ടക്ടറിൽ ഇൻഡ്യൂസ് ചെയ്യുന്ന വോൾട്ടേജിൻ്റെ ആവറേജ് വാല്യൂ കണ്ടെത്തും. അതിനെ സൈൻ വേവിൻ്റെ ഫോം ഫാക്ടറായ 1.1 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യും, നമുക്ക് ആർ എം എസ് വാല്യൂ കിട്ടും. നമുക്ക് ഇനി പറയാനുള്ളത്, ഇതൊരു പോൾ, ഒരു കണ്ടക്ടർ ഉണ്ട് ഇവിടെ. ഇത് ഒരു തവണ കറങ്ങിക്കഴിഞ്ഞാൽ എത്ര ഫ്ലക്സ് കട്ട് ചെയ്യും എന്നാണ് ചോദ്യം. ഒരു തവണ കറങ്ങിക്കഴിഞ്ഞാൽ എത്ര ഫ്ലക്സ് കട്ട് ചെയ്യും? അത് നോക്കാം നമുക്ക്. ഏതൊക്കെ പോൾസ്? എൻ ഉണ്ട് പോൾ, എസ് ഉണ്ട് പോൾ, ഒരു പെയർ ഓഫ് പോൾസ് അല്ലെങ്കിൽ 2 പോൾസ്. അപ്പോൾ പി എന്ന് പറഞ്ഞാൽ നമ്പർ ഓഫ് പോൾസ് ആണ്. ഈ കേസിൽ എത്രയാ? 2. ഓക്കെ, ഫൈ എന്ന് പറഞ്ഞാൽ എന്താണ്? ഫ്ലക്സ് പെർ പോൾ, ഒരു പോളിനുണ്ടാവുന്ന ഫ്ലക്സ്. അപ്പം ഒരു തവണ കറങ്ങിയാൽ എത്ര ഫ്ലക്സ് ഉണ്ടാവും? ഈ കണ്ടീഷൻ ആണെങ്കിൽ 2 ഫ്ലക്സ് കട്ട് ചെയ്യുമെന്ന് പറയാം. കണ്ടക്ടർ ഒരു തവണ കറങ്ങിക്കഴിഞ്ഞാൽ അത് 2 ഫ്ലക്സ് കട്ട് ചെയ്യുമെന്ന് പറയാം. ഓക്കെ, അപ്പോൾ അത് കോമൺ ആയിട്ട് നമ്മൾ പറയുകയാണെങ്കിലോ 5p, നമ്പർ ഓഫ് പോൾസ് 2ന് പകരം നമ്മൾ പി ആക്കി കൊടുത്തു. അപ്പോൾ പറയാം 5p എന്നുള്ള ഫ്ലക്സ് കട്ട് ചെയ്യും. ഒരു റവല്യൂഷനിൽ 5p ഫ്ലക്സ് ഈ കണ്ടക്ടർ കട്ട് ചെയ്യും. ഓക്കെ, പിന്നെ പറയാനുള്ളത് സ്പീഡ്. സ്പീഡ് എന്ന് പറഞ്ഞാൽ ആർ പി എം, റവല്യൂഷൻ പെർ മിനിറ്റ്. അതിനെ ആർ പി എസ് ആക്കി കഴിഞ്ഞാൽ എന്താണ് ഉണ്ടാകുന്നത്? ആർ പി എസ് ആക്കാൻ ഡിവൈഡഡ് ബൈ 60 സെക്കൻഡ്സ് ആക്കാൻ അല്ലേ, n/60 ആർ പി എസ്. ആർ പി എസ് എന്ന് പറഞ്ഞാൽ റവല്യൂഷൻ പെർ സെക്കൻഡ്. അപ്പം മെഷീൻ്റെ സ്പീഡ് ആർ പി എമ്മിലാണെങ്കിൽ എന്നും സെക്കൻഡിലാണെങ്കിൽ ആർ പി എസ് ആണെങ്കിൽ n/60യും. ഇതിൽ നമുക്ക് വേറൊരു കാര്യം കൂടി കണ്ടെത്താം, ഒരു റവല്യൂഷനുള്ള ടൈം കണ്ടെത്താം. എന്താണ് ഒരു റവല്യൂഷനുള്ള ടൈം? ശരിക്കും ഒരു റവല്യൂഷനുള്ള ടൈം എന്ന് പറഞ്ഞാൽ എത്ര സെക്കൻഡ് പെർ റവല്യൂഷൻ ആണെന്ന് കിട്ടുന്നത്. ഓക്കെ, ഹൗ മെനി സെക്കൻഡ്സ് പെർ റവല്യൂഷൻ, ഒരു റവല്യൂഷന് എത്ര സെക്കൻഡ്. ഓക്കെ, അപ്പം ഈ രണ്ടും തമ്മിൽ ചെറിയൊരു ബന്ധം നിങ്ങൾക്ക് കാണാം. ഒന്ന് റവല്യൂഷൻ പെർ സെക്കൻഡ് ആണ്, മറ്റേത് സെക്കൻഡ് പെർ റവല്യൂഷൻ ആണ്. അപ്പം റവല്യൂഷൻ പെർ സെക്കൻഡിൽ എന്തായിരുന്നു? n/60. അപ്പം 60/n ആയിരിക്കും സെക്കൻഡ് പെർ റവല്യൂഷൻ. മനസ്സിലായില്ലേ? അപ്പം ഒരു റവല്യൂഷന് ആവശ്യമായ സമയം 60/n സെക്കൻഡ്. ക്ലിയർ? 60/n സെക്കൻഡ് ആയിരിക്കും. ക്ലിയർ? അപ്പം
അത് നമുക്ക് മനസ്സിലായി. ഒരു റെവല്യൂഷൻ ആവശ്യമായ സമയം 60/n സെക്കൻഡ്. ഇനി ഇത് നമ്മളുടെ ഫാരഡേസ് ലോസ് ഓഫ് ഇലക്ട്രോമാഗ്നറ്റിക് ഇൻഡക്ഷൻ പ്രകാരം ഒരു കണ്ടക്ടർ ഫ്ലക്സ് കട്ട് ചെയ്താൽ EMF ഉണ്ടാവും. എത്ര EMF ഉണ്ടാവും എന്നുള്ള അറിയാൻ അതിൻ്റെ റേറ്റ് ഓഫ് ചേഞ്ച്, അതായത് ഫാസ്റ്റായിട്ട് കട്ട് ചെയ്ത് കഴിഞ്ഞാൽ കൂടുതൽ EMF ഉണ്ടാവും. അപ്പോൾ അതിന് കിട്ടുന്ന ഇക്വേഷൻ എങ്ങനെയാണ്? ഫ്ലക്സ് കട്ട് ഡിവൈഡഡ് ബൈ ടൈം. നിങ്ങൾ ഓടിയെന്ന് വിചാരിച്ചോ, ഓടുന്നതിൻ്റെ സ്പീഡ് എങ്ങനെ കണക്കാക്കുക? ഓർ ടൈമിങ് എങ്ങനെ? ഒരു പർട്ടിക്കുലർ ടൈമിൽ കൂടുതൽ ദൂരം കവർ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് പറയാം കൂടുതൽ ഓടിയെന്ന്, അല്ലേ? അപ്പം അത് ടൈമിംഗ് ആയിട്ട് ഡിവൈഡഡ് ബൈ ടൈം എന്ന് വെച്ചാൽ അതിൻ്റെ റേറ്റ് ഓഫ് റണ്ണിങ്, ഓടുന്നതിൻ്റെ റേറ്റ് എന്ന് പറയാം. എഴുതുന്നതിൻ്റെ ആണെങ്കിൽ നിങ്ങളോട് എഴുതാൻ പറയുകയാണെങ്കിൽ ചില ആൾക്ക് ഒരു പേജ് ആവും കംപ്ലീറ്റ് ചെയ്യുന്നത്, ചിലർ 2 പേജ് ആവും ചെയ്യുന്നത്. അപ്പം എഴുതുന്നതിൻ്റെ റേറ്റ് എന്ന് പറഞ്ഞാൽ റൈറ്റിംഗ് ഡിവൈഡഡ് ബൈ ടൈം. എഴുതാൻ എത്ര സമയം കൊണ്ട് തീർന്നു എന്ന് വെച്ചാൽ ഡിവൈഡഡ് ബൈ ടൈം വെച്ചാൽ അതിൻ്റെ ടൈം നമുക്ക് റേറ്റിംഗ് കിട്ടും. അതാണ് റേറ്റ് എന്ന് പറഞ്ഞാൽ. അപ്പം ഫ്ലക്സ് കട്ട് കൂടുതലാവാന്ന് പറഞ്ഞാൽ എന്താ ഉദ്ദേശിക്കുന്നത്? ഒരു പർട്ടിക്കുലർ ടൈമിൽ കൂടുതൽ ഫ്ലക്സ് കട്ട് ചെയ്യും. അപ്പോൾ അതിനെ മാത്തമാറ്റിക്കലി എന്ത് പറയാം? ഫ്ലക്സ് കട്ട് ഡിവൈഡഡ് ബൈ ടൈം. അപ്പോൾ അത്രയും മനസ്സിലായി. ഈ കാര്യങ്ങൾ വെച്ചിട്ടാണ് നമ്മൾ EMF ഇക്വേഷൻ ഉണ്ടാക്കാൻ പോകുന്നത്. തൊട്ട് മുന്നേ പറഞ്ഞ നമ്മൾ ഒരു റെവല്യൂഷനിൽ ഒരു കണ്ടക്ടർ കട്ട് ചെയ്യുന്ന എത്ര ഫ്ലക്സാ? 5p. മുന്നേ തന്നെ പറഞ്ഞു അല്ലേ, 5p. ഒരു റെവല്യൂഷന് വേണ്ട ടൈം എത്രയാ? 60/n സെക്കൻഡ്. നമുക്ക് ഫ്ലക്സ് കട്ട് കിട്ടി, ടൈമും കിട്ടി. ഫ്ലക്സ് കട്ട് ഡിവൈഡഡ് ബൈ ടൈം ആയിരിക്കും എന്ത്? EMF. അപ്പോൾ നമുക്ക് ആവറേജ് EMF ആണ് അങ്ങനെ കിട്ടാൻ പോകുന്നത്. ആവറേജ് EMF പെർ കണ്ടക്ടർ പെർ റെവല്യൂഷൻ. ഒരു കണ്ടക്ടർ ഒരു തവണ കറങ്ങുമ്പോൾ കിട്ടുന്ന EMF. അപ്പോൾ ഫ്ലക്സ് കട്ട് 5p ടൈം 60/n. 5p ഡിവൈഡഡ് ബൈ 60/n അത് പറയുന്നതാണ് എന്ത്? 5pn/60. ഓക്കെ, അപ്പോൾ എന്ത് കിട്ടി നമുക്ക്? കണ്ടക്ടർ ഒരു തവണ കറങ്ങിക്കഴിഞ്ഞാൽ അതിലുണ്ടാവുന്ന ആവറേജ് EMF 5pn/60 ആണെന്ന് മനസ്സിലായി. ഓക്കെ, ഗുഡ്. അപ്പം ഇനി നെക്സ്റ്റ് എന്താണ്? n എന്നുള്ള കാര്യം നമുക്ക് ആൾറെഡി അറിയാം, 120f/p. ഈ n എന്നുള്ള സാധനം മുന്നത്തെ ഇക്വേഷൻ, അതായത് 5pn/60 നമ്മൾ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാൻ പോവാണ്. അപ്പോൾ എന്ത് പറ്റും? 5p/60 അവിടെ നിർത്തിവെച്ച് n എന്നുള്ള കാര്യം 120f/p കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യും. ഓക്കെ, അപ്പോൾ ഇതിൽ എന്തൊക്കെ കോമൺ ആയിട്ടുണ്ട് എന്ന് പറഞ്ഞേ? കോമൺ പാർട്ട് എന്താ? പി എന്നുള്ളത് ഒഴിവാക്കാൻ പറ്റും. ആൻഡ് 60 120 എന്നുള്ളത് 2 ആവും അല്ലേ? അപ്പോൾ പി കട്ട് ചെയ്തു. 2πf. ബാലൻസ് ഉള്ളത് എന്താണ്? 2πf. അപ്പോൾ ഒരു റെവല്യൂഷൻ നമുക്ക് കിട്ടുന്നത് 2πf എന്നുള്ള സംഭവമാണ്. ഓക്കെ, 2πf വോൾട്ട്സ് കിട്ടും. ആവറേജ് ഇൻഡ്യൂസ്ഡ് EMF പെർ കണ്ടക്ടർ പെർ റെവല്യൂഷൻ നമുക്ക് എന്ത് കിട്ടി? 2πf വോൾട്ട്സ് എന്ന് കിട്ടി. നമുക്ക് എന്താ വേണ്ടത്? RMS വാല്യൂ, ആവറേജ് വാല്യൂ. ഒരു കണ്ടക്ടറിൻ്റെയാണ് കിട്ടിയത്, പക്ഷേ നമുക്ക് മൊത്തം ഫേസ് വൈൻഡിങ്ങിൻ്റെ RMS ആണ് വേണ്ടത്. അപ്പോൾ 2πf എന്നുള്ള കാര്യം നിങ്ങൾ ഓർത്ത് വയ്ക്ക്. ഇനി അതിൽ 2πf ഒരു കണ്ടക്ടർ അല്ലേ? അപ്പോൾ ഇനി സെറ്റ് കണ്ടക്ടേഴ്സ് ഉണ്ടെങ്കിൽ, ഒരു ഫേസിൽ സെറ്റ് കണ്ടക്ടേഴ്സ് ഉണ്ടാവും. അപ്പോൾ ആവറേജ് EMF എത്രയായിരിക്കും നമുക്ക് നോക്കാം. 2πf ആൾറെഡി അവിടെ ഉണ്ട്, അതിനെന്തുകൊണ്ട് ചെയ്യണം? സെറ്റ് കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യണം. അപ്പോൾ അതാണ് 2πf ഇൻറ്റു സെറ്റ്. അത്രയും വോൾട്ടേജ് ആണ് ഒരു ഫേസിൽ കിട്ടാൻ പോകുന്നത്. സെറ്റിൻ്റെ കേസ് ആൾറെഡി നമ്മൾ പറഞ്ഞു 2t ആണെന്നല്ലേ. അപ്പം 2πf സെറ്റിന് പകരം 2πf 2t വോൾട്ട്സ് നമുക്ക് എഴുതാം. ഓക്കെ, 2πf 2t. അപ്പോൾ അതിനെ സിംപ്ലിഫൈ ചെയ്ത് കഴിഞ്ഞാൽ 4πft വോൾട്ട് എന്ന് കിട്ടും. അപ്പോൾ ഒരു ഫേസിൽ ഉണ്ടാവാൻ പോകുന്ന ആവറേജ് വോൾട്ടേജ് 4πft. നമുക്ക് ആവറേജ് അല്ല വേണ്ടത്, ഏതാ വേണ്ടത്? RMS ആണ് വേണ്ടത്. ഓക്കെ, അപ്പോൾ RMS വാല്യൂ വെക്കാൻ എന്ത് ചെയ്യണം? ആവറേജിനെ 1.11 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യണം. ഓക്കെ, ഫോം ഫാക്ടർ ഇൻറ്റു ആവറേജ് വാല്യൂ. അപ്പോൾ നമുക്ക് കിട്ടും 1.11 അങ്ങനെ പറഞ്ഞാൽ 4πft. അപ്പോൾ എന്ത് കിട്ടും? 4.44πft എന്നുള്ള വോൾട്ടേജ് കിട്ടും. ഓക്കെ, ഇപ്പോൾ RMS വാല്യൂ ആയി ഒരു ഫേസ് വൈൻഡിങ്ങിനുള്ള RMS വാല്യൂ. പക്ഷേ അവിടെ നിന്നില്ല. എന്താ സംഭവം എന്ന് വെച്ചാൽ വൈൻഡിങ്ങിൻ്റെ കണ്ടീഷൻ അനുസരിച്ചിട്ട് 2 ഫാക്ടർ നമ്മൾ പഠിച്ചു. 2 ഫാക്ടർ KC KD. അത് ഫുൾ പിച്ചാണോ ഷോർട്ട് പിച്ചാണോ എന്ന് വെച്ചിട്ടാണ് മനസ്സിലാക്കുന്നത്. ഓക്കെ, ഈ KC KD എങ്ങനെ എത്തുക എന്നുള്ള കാര്യം നമ്മൾ വേറൊരു വീഡിയോയിൽ പറയുന്നുണ്ട്. എന്താണ് പിച്ച് ഓഫ് വൈൻഡിങ്, എന്താണ് KC KD എന്ന് നമ്മൾ സെപ്പറേറ്റ് വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട്. ആ വീഡിയോ നിങ്ങൾ കണ്ടാൽ ചിലവും. ഓക്കെ,
അപ്പം ഈ രണ്ട് ഫാക്ടർ കൂടി എടുത്തിട്ട് വേണം നമുക്ക് EMF ഇക്വേഷൻ ഉണ്ടാക്കാൻ. അപ്പോൾ ഫൈനലി EMF ഇക്വേഷൻ എന്തായി നമ്മളുടെ ആൾട്ടർനേറ്ററിൻ്റെ? ഇറ്റ് ഈസ് 4.44 kc kd 5ft. ഓക്കെ, തൊട്ട് മുന്നേ കണ്ട സ്ലൈഡിൽ നിന്ന് വന്നിരുന്ന 4.44 5ft ഒപ്പം ഈ kc കൂടി നമുക്ക് മൾട്ടിപ്ലൈ ചെയ്യണം. അപ്പം നമ്മുടെ EMF ഇക്വേഷൻ ആൾട്ടർനേറ്ററിൻ്റെ എന്താണ്? 4.44 kc kd 5ft volts. ഓക്കെ, സോ ഇതാണ് EMF ഇക്വേഷൻ ആൾട്ടർനേറ്ററിൻ്റെ. ഓക്കെ, താങ്ക് യു.